കഴിഞ്ഞ വർഷം ഞാൻ നടത്തിയ വാരണാസി യാത്രയുടെ ചില ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വാരണാസി എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതല്ല. ഒരു 3-5 ദിവസമെങ്കിലും മിനിമം വേണം. പക്ഷേങ്കിലും ഞങ്ങളൊരു റോഡ് ട്രിപ്പാണ് നടത്തിയത്. അവിടെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ചകളിൽ ചിലതാണിത്. അതിലൊന്നാണ് മണികർണിക ഘട്ട് എന്ന് പറയുന്ന ഘട്ട്. അവിടെ ഒരുപാട് ഘട്ടുകളുണ്ട്. അതിൽ തന്നെ ഫേമസ് ആയതാണ് മണികർണിക ഘട്ട്, ഹരിശ്ചന്ദ്ര ഘട്ട്, പിന്നെ അസി ഘട്ട്, പിന്നെ ഈവൻ അവസാനം ഇപ്പോൾ നമ്മുടെ മോദിയുടെ നമോ ഘട്ട് വരെ ഉണ്ട്. ഈ ഘട്ടുകളെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്കിത് പേര് കേൾക്കുമ്പോൾ ഒരുതായിട്ടൊക്കെ തോന്നുമെങ്കിലും പുഴയിലേക്ക് ഇറങ്ങി കുളിക്കാനുള്ള ഭാഗത്തിന് പടിക്കെട്ടുകൾ കെട്ടി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഈ ഘാട്ടുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 10-81 ഘാട്ടുകളുണ്ട്. അതിൽ തന്നെ പ്രശസ്തമായത് 10-30 എണ്ണമാണ്. അതിൻ്റെ പടിക്കെട്ടുകളിലിരുന്ന് ഗംഗയുടെ മനോഹാരിത കാണുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും തരുന്നതാണ്. കാലത്തും വൈകിട്ടുമൊക്കെ പോയിരിക്കാൻ. പിന്നെ അതിലൂടെ ബോട്ട് യാത്ര നടത്തുക, അതും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും ബോട്ട് യാത്ര നടത്തുമ്പോൾ. പിന്നെ ഒരു ബോട്ടിലിരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറേ വിവരണങ്ങളൊക്കെ തരും, അതെല്ലാം കേൾക്കാം. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കണ്ട കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ബോട്ടിലിരുന്ന് കണ്ട കാഴ്ചകൾ ആദ്യം, പിന്നീട് നേരിട്ട് ആ സ്ഥലങ്ങളിലേക്ക് പോയി നടന്ന് കണ്ടതാണ്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ സ്ഥലം മണികർണിക ഘട്ടാണ്. പവിത്രവും പുണ്യതമവും ആയ ഒരു സ്ഥലം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താണ് എന്ന് കാണിക്കുന്നതാണ് ഈ സ്ഥലങ്ങൾ. അതായത് മണികർണിക ഘട്ടം, ഹരിശ്ചന്ദ്ര ഘട്ടം. ഇപ്പോഴൊക്കെ മണികർണിക ഘട്ടിൽ ഒരു ദിവസം ശരാശരി 300 ശവശരീരങ്ങളെങ്കിലും ദഹിപ്പിക്കാറുണ്ട്. തൊട്ടടുത്ത ഹരിശ്ചന്ദ്ര ഘട്ടിലാണെങ്കിൽ അത്രയൊന്നുമില്ല. മറ്റൊരു വിശ്വാസം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, എപ്പോഴെങ്കിലും അഗ്നി ജ്വലിക്കാതെ ഒരു നിമിഷം പോലും ഇവിടെ ഇല്ല. ഏതെങ്കിലും കാരണവശാൽ ചിത എരിയാതെ വന്നാൽ പിന്നീട് വാരണാസി നഗരം വെള്ളത്തിനടിയിലാകും എന്നാണ് വിശ്വാസം. പക്ഷെ അങ്ങനെയൊന്നും നടക്കാറില്ല. രാത്രി 11 മണിക്കും 12 മണിക്കും 1 മണിക്കും ഒക്കെ മൃതദേഹങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ പൂർണ്ണമായി ഇരിച്ച് ചാമ്പലാക്കുകയാണ്. പണ്ടത്തെ പോലെ പണ്ട് ഞാനിങ്ങനെ കേട്ടുള്ള ചില പുഴയിലേക്ക് കുത്തിത്തള്ളി വിടും എന്നൊക്കെയാണ്. പക്ഷേ ഈ ഞങ്ങൾ കണ്ട ഭാഗത്ത് അതൊന്നുമില്ല. മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് ഞങ്ങൾ കണ്ടത് അത് ഒരു ഏരിയ മറച്ചു. പക്ഷെ വളരെ വൃത്തിയാണ് ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും. നല്ല രീതിയിൽ പടിക്കെട്ടുകളൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം മറ്റേ ബോട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ആ കാട്ടുകൾ കണ്ടുള്ള യാത്രയാണ്. 11 മണിക്ക് മണികർണിക ഘട്ടിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെയേറെ എന്താ പറയുക, ജീവിതം എന്താണ് എന്ന്, നമ്മൾ എത്രയോ പണക്കാരനോ പാവപ്പെട്ടവനോ ആയിട്ട് നമ്മൾ എവിടെ എത്തി നിൽക്കും ഒക്കെ നമ്മൾ ഒരുപാട് ചിന്തകളിലേക്ക് ഉണ്ട്. പിന്നെ അവിടുത്തെ അന്തരീക്ഷം ഭയങ്കരമായിട്ട് ശംഖിൻ്റെയും മറ്റൊക്കെ ശബ്ദവും ഒക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. വല്ലാത്തൊരു ഭീതിജനകമായ കാഴ്ചയാണ്. ഇവിടെ ചിത എപ്പോഴും എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളൊരു 11:30 മണിവരെയൊക്കെ അവിടെ നിന്നു തിരിച്ച് നടന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. ഇത് കാണാനായിട്ട് വിദേശീയരായ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ തന്നെ എല്ലാവർക്കും ഇരുന്ന് കാണാൻ വേണ്ടി സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ചില ഘോരികൾ വന്നിട്ട് ഈ ചിത എരിഞ്ഞ് വീഴുന്ന ആ ഭസ്മം എടുത്ത് അവരുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊണ്ടുപോകുന്നത് ലൈവായിട്ടൊക്കെ നമ്മൾ കണ്ടു. മൃതശരീരങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിറവൊക്കെ കുത്തിമറിച്ച് മൃതശരീരങ്ങളൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടുന്ന കാഴ്ചകളും എല്ലാം ഉണ്ട്. പക്ഷേ എവിടെ നോക്കിയാലും ഒരു എന്താ പറയുക, ഒരു മൂകത ഉണ്ട്. പക്ഷേ ഇതൊരു
വല്ലാത്ത അനുഭവം തന്നെയാണ്. മണികർണിക തട്ടാണിത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ യാത്രയിൽ ഞങ്ങൾ ബൈ റോഡാണ് പോയത്. പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. എല്ലാം നല്ല രീതിയിലായിരുന്നു.